ഹായ് ഓൾ, എൻ്റെ പേര് സുനേന. ഞാനൊരു ഓഡിയോളജിസ്റ്റ് ആൻഡ് സ്പീച്ച് തെറപ്പിസ്റ്റാണ്. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കൂടി ഷെയർ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇതൊരു മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആണെന്ന് തന്നെ നമുക്ക് പറയാം. കാരണം നമ്മുടെ കുട്ടിയെ വീട്ടിൽ തന്നെ സംസാരിപ്പിച്ച് തുടങ്ങാൻ, അല്ലെങ്കിൽ കുട്ടികളെ സംസാരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ വീട്ടിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ആ കൂട്ടത്തിൽ വരുന്ന 6 ടിപ്സാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കൂടിയിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മുടെ മുന്നത്തെ വീഡിയോസിലൊന്നും പറഞ്ഞിട്ടില്ലാത്ത 6 ടിപ്സാട്ടോ. മുന്നേയും ഈ ഒരു തരത്തിൽപ്പെട്ട വീഡിയോസ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ അതും കൂടി നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സോ ഈ ഒരു 6 ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബേസിക് ആയിട്ടുള്ളതും വളരെ ഈസി ആയിട്ടുള്ളതും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട്. ഫസ്റ്റ് വൺ, അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതും അല്ലെങ്കിൽ നമ്മൾ കുട്ടിയുടെ സംസാരം ഡെവലപ്പ് ചെയ്യുന്ന പ്രായത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇമിറ്റേഷൻ എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി. അതായത് കുട്ടികൾ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കുന്നതല്ല കുട്ടികൾ പൊതുവെ ഫോളോ ചെയ്യുക. ഏത് കാര്യത്തിലാണെങ്കിലും നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് കോപ്പി ചെയ്യുക അല്ലെങ്കിൽ ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുട്ടികൾ ശ്രമിക്കുക. നമ്മൾ ഏത് വാക്കുകളാണ് ഒരാളടുത്ത് സംസാരിക്കുമ്പോൾ യൂസ് ചെയ്യുന്നത്, നമ്മൾ എങ്ങനെയാണ് ഒരാളടുത്ത് പെരുമാറുന്നത്, നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഒരു കാര്യം സംഭവിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്, അതൊക്കെയും കുട്ടികൾ അതേപോലെ പഠിച്ചു വെച്ചിട്ട് ചെയ്ത് കാണിക്കും അല്ലേ. ഇപ്പോൾ നമുക്ക് തന്നെ അതിശയം തോന്നാറില്ലേ, നമ്മൾ അന്ന് ചെയ്തതുപോലെ തന്നെ അവൻ പഠിച്ചു വെച്ചിരിക്കുന്നു നമ്മൾ പറയും അല്ലേ. അതാണ് കുട്ടികളുടെ ഇമിറ്റേഷൻ എന്ന് പറഞ്ഞ ക്വാളിറ്റിയാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഈ ഇമിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഗ്രോസ് ഇമിറ്റേഷൻ ഉണ്ട്, വളരെ ഫൈൻ ആയിട്ടുള്ള ഇമിറ്റേഷൻ ഉണ്ട്. ഗ്രോസ് ആയിട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ആക്ഷൻസ്, കാര്യങ്ങൾ, അതൊക്കെയാണ് ഗ്രോസ് ആയിട്ടുള്ള ഇതിൽ വരാൻ. ഫൈൻ ഇമിറ്റേഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ നമ്മുടെ സംസാരത്തിൻ്റെ ഇമിറ്റേഷൻസ് നമുക്ക് നോക്കാം. അതിൽ തന്നെ ഒരാൾ ഇമിറ്റേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു കുട്ടി ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങണമെന്നുണ്ടെങ്കിൽ ആ കുട്ടി എന്ത് ചെയ്യണം, നമ്മുടെ മുഖത്തേക്ക് നോക്കണം അല്ലേ. നമ്മുടെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പ്രഷൻ എങ്ങനെയാണെന്ന്, അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതും നമ്മൾ ഏത് വാക്കുകളാണ് പറയുന്നതെന്നും എല്ലാം തന്നെ കുട്ടിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റണമെങ്കിൽ ആ കുഞ്ഞ് നമ്മുടെ മുഖത്തേക്ക് നോക്കണം. അപ്പോൾ ഏത് പ്രായത്തിലുള്ള കുട്ടി ആയിക്കോട്ടെ, ആ കുട്ടിയുടെ ഏജിനനുസരിച്ചിട്ടുള്ള മുഖത്തേക്ക് നോക്കുന്ന ഒരു കഴിവ് കുഞ്ഞിനുണ്ടായിരിക്കണം. രണ്ടാമത്തെ ഇമിറ്റേഷന് വേണ്ട ഒരു ക്വാളിറ്റിയാണ് അറ്റൻഷൻ, ശ്രദ്ധ. അതായത് കുഞ്ഞ് വളരെയധികം ശ്രദ്ധിച്ചാൽ മാത്രമേ, മുഖത്തേക്ക് നോക്കിയാൽ പോരാ, അത് ശ്രദ്ധിച്ച് അത് ഇമിറ്റേറ്റ് ചെയ്തെടുക്കാനുള്ള കുട്ടിയുടെ കഴിവാണ് അറ്റൻഷൻ എന്ന് പറയുന്നത്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇമിറ്റേഷനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഒരു കുട്ടി ഇമിറ്റേറ്റ് ചെയ്യുന്നു എന്ന് ആണെങ്കിൽ ആ കുട്ടിക്ക് ഈ പറഞ്ഞ ക്വാളിറ്റീസും ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. കാരണം അങ്ങനെയൊക്കെ ചെയ്താലല്ലേ നമുക്ക് ഇമിറ്റേഷൻ എന്ന ക്വാളിറ്റിയിലേക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇമിറ്റേഷൻ എന്ന് പറഞ്ഞതാണ് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മുടെ സംസാരം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ കുട്ടി ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ടോ, ഇമിറ്റേഷൻ്റെ എബിലിറ്റി എത്രത്തോളം ഉണ്ട്, അങ്ങനെ ഇല്ലെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യാനൊക്കെയാണ് നമ്മൾ ആദ്യം ശ്രമിക്കേണ്ടത്. അങ്ങനെ ഇമിറ്റേഷൻ എന്ന് പറഞ്ഞൊരു കഴിവ് നമ്മുടെ കുഞ്ഞിനുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് രണ്ടാമത്തെ ഒരു ടിപ്പ് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, നമ്മുടെ ആനിമൽ സൗണ്ട്സ് ഉണ്ടല്ലോ, കുട്ടികൾക്ക് വളരെയധികം കൗതുകം ഉണ്ടാക്കുന്നതാണ്. പൂച്ച കരയുന്നത് എങ്ങനെയാണ്, നായ കരയുന്നത് എങ്ങനെയാണ്, കാക്ക എങ്ങനെയാണ് കരയുന്നത്, ഇങ്ങനെ വളരെ ബേസിക്കായിട്ട് നമ്മുടെ ചുറ്റും കണ്ടുവരുന്ന ആനിമൽസിൻ്റെ സൗണ്ട്സ് ഇമിറ്റേറ്റ് ചെയ്യുക, അത് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അതിൻ്റെ കൂടെ തന്നെ കുഞ്ഞിന് ഇത് ഇന്നതിൻ്റെ സൗണ്ടാണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവുക കൂടി വേണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് പസിൽസ് പോലത്തെ ആക്ടിവിറ്റീസ് ഉപയോഗിക്കാം. അതായത് വളരെ സിമ്പിളായിട്ടുള്ള പസിൽസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കുഞ്ഞിനെ ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമുക്ക് പറയുന്നതിൻ്റെ മാത്രമല്ല, ഒരു കുഞ്ഞ് പറയണമെങ്കിൽ അതിന് മനസ്സിലായാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ആനിമൽ സൗണ്ട്സിൻ്റെ ഇമിറ്റേഷൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ഒരു പസിൽസ് ആക്ടിവിറ്റീസ്, ആനിമൽസിൻ്റെ ഒക്കെ പസിൽസ് ആക്ടിവിറ്റി കൂടി എടുക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിരിക്കും. ഇനി മൂന്നാമത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുഞ്ഞിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനസ്സിലാക്കുന്ന ഒരു കഴിവ് എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ അതൊന്നും കൂടി ഡെവലപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫ്ലാഷ് കാർഡ്സ് യൂസ് ചെയ്യാം. അതായത് 2 ഫ്ലാഷ് കാർഡ്സ് വെക്കുക. എന്നിട്ട് ഇതിലേതാണ് ഷൂ, ഫോർ എക്സാമ്പിൾ ഇതിലേതാണ് ഷൂ. അപ്പോൾ കുട്ടിക്ക് ഷൂ അറിയാമെങ്കിൽ കുട്ടി എന്ത് ചെയ്യും, അത് പോയിന്റ് ചെയ്ത് കാണിക്കും, അല്ലെങ്കിൽ അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. അപ്പോൾ നമുക്ക് ഷുവറായി കുഞ്ഞിന് ഷൂ അറിയാം. അങ്ങനെ ആ ഷൂ മാറ്റി വെക്കുന്നു, വേറൊരു ഫ്ലാഷ് കാർഡ് ആഡ് ചെയ്യുന്നു, അതിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ കുഞ്ഞിന് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഇത്തരം വളരെ സിമ്പിളായിട്ടുള്ള ടെക്നിക്സാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ഒരു കുഞ്ഞിന്
ഇങ്ങനെ ഒരു കാര്യം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഫ്ലാഷ് കാർഡ്സ് ഈസി ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് ഒരുമിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് കുട്ടീനെ കൺഫ്യൂഷൻ ആക്കരുത്. അറ്റ് എ ടൈം ഒരു 2 or 3 ഐറ്റംസ് അത്രയേ വേണ്ടൂ. അത് ക്ലിയർ ആയി കഴിഞ്ഞാൽ മാത്രം അതിന് മുന്നോട്ടേക്ക് പോവുക. അത്രയുമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇനി നാലാമത്തെ ഒരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബേസിക് ആയിട്ട് നമ്മൾ ആനിമൽ സൗണ്ട്സിലും വെഹിക്കിൾ സൗണ്ട്സിലേക്കാണ് സ്റ്റാർട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അത് നമുക്ക് കിട്ടുകയാണെങ്കിൽ അടുത്തൊരു സ്റ്റെപ്പ് വരുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള സൗണ്ട്സിൽ ഇനീഷ്യൽ സൗണ്ട്സ് അതായിട്ട് വരുന്ന വേർഡ്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് പ്, ബ്, മ്, ട് ഒക്കെയാണ് കുട്ടികൾക്ക് വളരെ എളുപ്പമായിട്ട് പറയാൻ വേണ്ടി തുടങ്ങുന്ന വാക്കുകൾ. അപ്പോൾ വളരെ എളുപ്പത്തിൽ പായിലും ബായിലും മായിലൊക്കെ തുടങ്ങുന്ന വാക്കുകളുള്ള സാധനങ്ങളാണ് നിങ്ങൾ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും ഫാസ്റ്റായിട്ട് നമുക്ക് കുട്ടികളിൽ നിന്ന് റെസ്പോൺസ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു സൗണ്ട്സ് ഉള്ള വേർഡ്സ് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു 5th എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പപ്പറ്റ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് കുട്ടികൾക്ക് അനിമൽസിനോട് വളരെയധികം ഇഷ്ടമുണ്ടാവും. പ്രത്യേകിച്ചും അവർക്ക് ഇഷ്ടമുള്ള കൗതുകപൂർണ്ണമായ ഒരു അനിമലും കൂടിയാണെങ്കിൽ സ്റ്റഫ്ഡ് അനിമലോ എന്ത് മൂവ് ചെയ്യിക്കാൻ പറ്റുന്ന പപ്പറ്റ് പോലത്തെ അനിമലോ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ആ ഒരു അനിമലിനെ നമ്മൾ ഫുഡ് കഴിപ്പിക്കുന്ന പോലെ കാണിക്കാം. ആ ഒരു അനിമലിൽ ആൻസർ ചെയ്യുന്ന പോലെ നമുക്ക് ഇമിറ്റേറ്റ് ചെയ്ത് കൊടുക്കാം. അതായത് ഇപ്പം നമ്മൾ ചോദിക്കുകയാണ് ഇതെന്താണ് പപ്പറ്റ് പറയൂ, ഇതെന്താണ് പപ്പറ്റ്. അപ്പോൾ പപ്പറ്റ് പറയാണ് കാക്ക. അങ്ങനെ നമുക്ക് ആ ഒരു പപ്പറ്റിൻ്റെ സൗണ്ട് നമുക്ക് തന്നെ മോഡൽ ചെയ്തിട്ട് പപ്പറ്റ് പറയുന്ന പോലെയൊക്കെ ആക്കുമ്പോൾ കുട്ടികൾക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആണ് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ 6th ടിപ്പ് എന്ന് പറയുന്നത് റിയലിസ്റ്റിക് ആയിട്ടുള്ള മോഡൽസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതെ, നമ്മൾ പിക്ചേഴ്സ് കാണിക്കുന്നതിൻ്റെ കൂടെ ഫ്രൂട്ട്സിൻ്റെ ആയിക്കോട്ടെ, വെജിറ്റബിൾസ് ആയിക്കോട്ടെ, ആനിമൽസ് ആയിക്കോട്ടെ, റിയലിസ്റ്റിക് ആയിട്ടുള്ള മോഡൽസ് കാണിക്കുന്ന സമയത്ത് അവർക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അതിൻ്റെ പേര് പറയാനും അതിൻ്റെ ശബ്ദം ഉണ്ടാക്കാനും എല്ലാത്തിനും വേണ്ടിയിട്ട്. അപ്പം റിയലിസ്റ്റിക് ആയിട്ടുള്ള മോഡൽസും കൂടി ഉപയോഗിക്കാനും അത് വെച്ചിട്ട് വളരെ ഫണ്ണി ആയിട്ട് കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ കുട്ടിയുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാനൊക്കെ വേണ്ടി പറ്റണം. അതായത് ഒരു സാധനം പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് വെറുതെ ചുമ്മാ ടേബിളിൽ എടുത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ ചുമ്മാ കുട്ടിയുടെ കയ്യിൽ കൊടുക്കുന്നതിന് പകരം ഒരു ഇൻട്രസ്റ്റിംഗ് വേയിൽ ഒരാൾ മോനെ കാണാൻ വന്നിട്ടുണ്ട്, അത് ആരാ നമുക്ക് നോക്കാം, ഡോർ നോക്ക് ചെയ്യണം, ഹലോ പറയണം, അപ്പോൾ അയാൾ ഡോർ തുറന്നിട്ട് വരും, നമുക്ക് നോക്കാം ആരാ വരുന്നതെന്ന്. അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും പിന്നെ അതിനെ പറ്റിയിട്ട് ഒരുപാട് പറഞ്ഞു കൊടുക്കുക. ഇത് നമ്മൾ കാണാറുണ്ട്, ഇത് ഇങ്ങനെയാണ്, ഇതിൻ്റെ സൗണ്ട് ഇങ്ങനെയാണ്, അങ്ങനെയൊക്കെ പറയുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ്. കുട്ടി വളരെയധികം അതിലേക്ക് ശ്രദ്ധിക്കും. എന്താണ്, ആരെയാണ് അമ്മ കൊണ്ടുവരാൻ പോകുന്നത് അല്ലെങ്കിൽ അച്ഛൻ കൊണ്ടുവരാൻ പോകുന്നത് എന്നൊരു ആകാംക്ഷ നമ്മൾ കുട്ടികളിൽ ആദ്യം ക്രിയേറ്റ് ചെയ്യലാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ അത്രയും ഒരു ക്യൂരിയോസിറ്റി കുഞ്ഞുങ്ങളിൽ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് പറ്റണം. അതാണ് ഏറ്റവും ഫൈനലായിട്ടുള്ളതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. സോ ഇത്രയും ഒരു ടിപ്സ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഒരു 6 ടിപ്സുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ഒരു നമുക്കറിയാം, ഒരു കുഞ്ഞ് 1.5 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ആദ്യത്തെ ഒരു അമ്മ അല്ലെങ്കിൽ അച്ഛൻ എന്നൊക്കെ വിളിച്ചിരിക്കും. അപ്പോൾ ആ ഒരു ഡിലേ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ബിലോ 2 ഇയേഴ്സിൻ്റെ ഒക്കെ ഒരു ഡിലേ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടിപ്സൊക്കെ നമുക്ക് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. പക്ഷേ നമ്മൾ ട്രൈ ചെയ്തിട്ടും കാര്യമായിട്ടുള്ളൊരു ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും കാണുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വെച്ചിരിക്കാതെ എത്രയും വേഗം ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് നേടുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ ഒരുപാട് ഡിലേ ആക്കി കഴിഞ്ഞാൽ, ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ, ഡിലേ കൂടുന്തോറും നമ്മൾക്ക് അതിൻ്റെ ഗ്യാപ്പ് നികത്താനുള്ള ടൈമും കൂടും. അത് പിന്നെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുകയും ചെയ്യും. അതുകൊണ്ട് സംശയം ഉണ്ടെങ്കിലും നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിലും ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് നമുക്ക് ഏത് സമയവും തേടാവുന്നതാണ്. മീൻവൈൽ നിങ്ങൾക്ക് ഈ ഒരു ടിപ്സും എന്താ പറയുക ട്രൈ ചെയ്ത് നോക്കാം. വളരെ കുട്ടികൾ, പ്രത്യേകിച്ചും കുട്ടികൾ സംസാരം തുടങ്ങുന്ന പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ ഉള്ള ആൾക്കാരാണെങ്കിൽ ഈ ടിപ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് കുഞ്ഞിനെ സംസാരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. സോ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുള്ളായി ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ നെക്സ്റ്റ് ടൈം കാണുന്നത് വരെ ബൈ ബൈ.